ഇൻസിഡന്റ് സ്റ്റാഫുകൾ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മള് ജോബ് കാർഡ്സുകൾ തയ്യാറാക്കും. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും എന്താണ് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താണ് ജോബ് കാർഡ്സുകൾ വിതരണം ചെയ്യും. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? Each and every position in the organizational chart, ICS, comprehensives are stored carefully and color coded and laminated in all areas related with the emergency management plan. Checklist of instruction for the key individuals. Information needed for the individual, color coded for different categories of staff. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ജോബ് കാർഡ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ICS പറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളൊരു റിട്ടേൺ മാനുവൽ തയ്യാറാക്കിയിട്ടില്ലേ? റിട്ടേൺ മാനുവൽ ഫസ്റ്റ് ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ എന്താണ് ഓരോ സ്പെസിഫിക് ആയിട്ട് ഡ്യൂട്ടീസ് ഓരോരുത്തർ പൊസിഷൻ എന്താണ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള പൊസിഷൻസ് അടങ്ങുന്നതായിരിക്കും ഓരോ ജോബ് കാർഡ്സിൽ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് എന്താണ് കൊടുക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, അതിനനുസരിച്ച് അവരുടെ ജോബ് എന്താണോ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ആ ജോബ് കാർഡിൽ നമ്മളത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം കോംപ്രിഹെൻസീവ് ആണ്. സ്റ്റോർ സേഫിലായിരിക്കും, കളർ കോഡഡ് ആയിരിക്കും, ലാമിനേറ്റഡ് ആയിരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നത്. അതായത് മറ്റ് ഇപ്പൊ എന്താ പറയാ പേപ്പേഴ്സ് പോലെയല്ല, ഇത് കളർ കോഡ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെന്താണ് ഒടിഞ്ഞു മറിഞ്ഞ് ചീത്തയായിട്ട് പോകില്ല. ഇപ്പോഴും എന്താണ് നമുക്ക് വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് കയ്യിൽ കൊണ്ട് നടക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ചിലതില് അവർക്ക് പോക്കറ്റ് യൂസ് ചെയ്യാം, ചിലപ്പോൾ ID കാർഡ്സിലൊക്കെ കൊടുക്കാറുണ്ട്. ID കാർഡിൽ തന്നെ എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ അടങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ പോയിന്റ്സ് ആയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓരോ ഹോസ്പിറ്റലിൽ ഓരോ രീതിയിലാണ് ജോബ് കാർഡ് കൊടുക്കുന്നത് കേട്ടോ. അതിന് ഓരോ ഹോസ്പിറ്റലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യെസ്. In all areas related with emergency management plan. എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ എല്ലാ ഏരിയാസിലും നമ്മൾ എന്താണ്, അതായത് ഈ ജോബ് കാർഡ്സ് കൊടുക്കുമ്പോൾ എമർജൻസി പ്ലാൻ, അതായത് നിങ്ങൾ ആ ഏരിയാസ് ഞാൻ പഠിപ്പിച്ചായിരുന്നോ, പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് അടുത്ത ഭാഗത്താണ് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഓരോ ഏരിയാസിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഏരിയകളുണ്ട്. അതായത് ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ എന്താണ് ഈ എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ എന്താണ് ഓരോ സ്റ്റാഫിനും ജോബ് കാർഡ്സുകൾ അവിടെ വിതരണം ചെയ്യും. അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും അവരോട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്. ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ കീ ഇൻഡിവിജ്വൽസ്. കീ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ആരെയാണ്? കീ ഇൻഡിവിജ്വൽസ് പ്രധാന വ്യക്തികൾ അല്ലെ? കീ ഇൻഡിവിജ്വൽസ് മീൻസ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ചെക്ക് ലിസ്റ്റ് അടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കുള്ളൂ ജോബ് കാർഡ്സിൽ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികൾക്കും ആവശ്യമുള്ള വിവരങ്ങൾ നമ്മൾ എന്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും? ജോബ് കാർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന് സ്പെസിഫിക് ആയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നതും ആ ജോബ് കാർഡ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓരോ കാറ്റഗറി സ്റ്റാഫുകൾക്കും ഒരേ കളർ കോഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഒരേ കളർ തന്നെ ആയിരിക്കുമോ? അല്ല, കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. ഓരോ കാറ്റഗറി സ്റ്റാഫുകൾ അനുസരിച്ച് നമുക്ക് എന്താണ് കളർ കോഡുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോബ് കാർഡ്സിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇൻസിഡന്റ് ICS കമാൻഡ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ മാനുവൽ അനുസരിച്ചിട്ടാണ് ഓരോ പൊസിഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ജോബ് കാർഡ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കളർ കോഡഡ് ആയിരിക്കും, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എമർജൻസി ഏരിയാസിൽ ഇത് നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ ഇൻഡിവിജ്വൽസിന് എന്താണ് പ്രത്യേകമായിട്ടൊരു ചെക്ക് ലിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടായിരിക്കും ഇത് രേഖപ്പെടുത്തിയിരിക്കും. പിന്നെ ഓരോ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽസിന് വ്യക്തികൾക്ക് മാത്രമായിട്ട് അറിയാനുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള വിവരങ്ങളും ഈ ജോബ് കാർഡ്സിൽ ഉണ്ടായിരിക്കും. ദെൻ ഓരോ ഡിഫറെന്റ് കാറ്റഗറി സ്റ്റാഫുകൾക്ക് വ്യത്യസ്ത കളർ കോഡ് ആയിട്ടുള്ള ജോബ് കാർഡ്സിലായിരിക്കും വിതരണം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.
ഇവിടെ ഒരു പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ടിക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് പോയിന്റ് ഉണ്ടോ, കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് സ്റ്റാമ്പ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടാൽ മതി. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഫേസ് ആണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അല്ലെ, ഡിസാസ്റ്റർ തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവുന്ന ഘട്ടമാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്നത് നോക്കിയേ നിങ്ങള്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, ഓരോ റിട്ടേൺ മാനുവൽ തയ്യാറാക്കി, അതിനനുസരിച്ച് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുത്തു, ഏതൊക്കെ രീതിയിലാണ് അവർ പ്രിപ്പയർഡ് ആവേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിനിങ്സ് കൊടുത്തു. പിന്നെ എന്താണ്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു, അതിൽ ഇത്ര മെമ്പേഴ്സിനെ 14ഓളം മെമ്പേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അല്ലെ. ദെൻ ഇവിടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ നേരിടാനുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസിലൂടെയാണ് നമ്മൾ ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻസിഡന്റ് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എമർജൻസി റെസ്പോൺസ് പ്ലാനുകൾ എഫക്റ്റീവ് ആയിട്ട് നമ്മളത് അഡോപ്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇൻസിഡന്റ് കമാൻഡ് പ്രകാരമാണ് നമ്മൾ അവിടുത്തെ ഇൻസിഡന്റ് ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻസിഡന്റ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ, PRO, സേഫ്റ്റി ഓഫീസർ, ലൈസൺ ഓഫീസർ, പ്ലാനിംഗ് ചീഫ് മുതൽ ഫിനാൻസ് ഓഫീസർ വരെ പ്രധാന വ്യക്തികളായിരിക്കുള്ളൂ ICS സ്റ്റാഫുകളായിട്ട് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ജോബ് കാർഡ്സുകൾ പ്രിപ്പയർ ചെയ്യണം. അല്ല, ഓരോ കാറ്റഗറി സ്റ്റാഫിന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ജോബ് കാർഡ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ സംഭവിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് പ്രധാനമായിട്ട് എത്തുന്ന ഒരു 13 ബേസിക് ഏരിയാസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുക കേട്ടോ, 13 ഏരിയാസ്. യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഓരോ ഫേസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയത് ഏതൊക്കെ ഫേസിൽ ഏതൊക്കെ കിടക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ.